ഇന്ന് എൻ്റെ കൂടെയുള്ള രണ്ട് സുഹൃത്തുക്കളാണ്. ഒന്ന് റൈറ്റ് സൈഡിൽ നൂറാണ്, നൂറുദ്ദീൻ. ലെഫ്റ്റ് സൈഡിൽ ബരീറുമാണ്. മാനേജ്മെന്റ് ആസ്പെക്റ്റിൽ രണ്ട് ഡൊമൈൻ എക്സ്പെർട്ടീസ് ആണ് എൻ്റെ കൂടെ ഉള്ളത്. ഈ രണ്ട് എക്സ്പേർട്ടിനെയും കൊണ്ട് SME ബിസിനസ്സിൽ കേരളത്തിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് ബിസിനസ്സിൽ എന്ത് വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റും എന്ന ഒരു തോട്ടിലാണ് നമ്മൾ ഇന്ന് രാത്രി ഇവിടെ വൈകിയ വേളയിൽ ഇരിക്കുന്നത്. വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. SME ബിസിനസ്സുകളെ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, കേരളത്തിലെ ബിസിനസ്സുകളെ എങ്ങനെ ഗ്ലോബലൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് രൂപത്തിലേക്ക് നമ്മളെ നാട്ടിൻപുറത്തെ ബിസിനസ്സുകളൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ കൊണ്ടുപോയി പ്രൂവ് ചെയ്ത് പരിചയ സമ്പത്തുള്ള, എനിക്ക് തോന്നുന്നു കേസ് സ്റ്റഡീസ് പറയാൻ പറ്റുന്ന രണ്ട് എക്സ്പേർട്സ് ആണ് എൻ്റെ കൂടെ ഉള്ളത്. നോക്കൂ, തുടക്കം എൻ്റെ ചോദ്യം കേരളത്തിൽ ബിസിനസ് തെക്കോട്ടാണോ വടക്കോട്ടാണോ എന്നാണ്. തെക്കോട്ടാണോ വടക്കോട്ടാണോ തെക്ക് നിന്നുള്ള ആൾക്കാരാണോ വടക്ക് നിന്നുള്ള ആൾക്കാരാണോ? അതെ, കേരളത്തിലെ ബിസിനസ് എന്ന മേഖലയിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ തേടി പുറപ്പെട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ തെക്കുന്നാണോ വടക്കുന്നാണോ? ഞാനൊക്കെ തെക്കനാണ്. നമ്മള് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം റേഞ്ചിൽ അല്ലെങ്കിൽ തൃശ്ശൂർ റേഞ്ച് വരെയാണോ ബിസിനസ്സുകൾ കേരളത്തിൽ പൊടി പൊടിക്കുന്നത്, അതോ മലബാർ മേഖലയാണോ? മലബാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാർ സ്വാഭാവികമായിട്ടുള്ളതെന്നുള്ളത് ഒരു സത്യമാണ്. അതിൽ തൃശ്ശൂരിന് ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. തൃശ്ശൂരിലാണ് ഒരുപാട് ബിഗ് കോർപ്പറേറ്റ്സിന്റെ ഹൗസ്. ഇപ്പോ ലുലുയുടെ ആയിക്കഴിഞ്ഞാലും, കല്യാണം ആയിക്കഴിഞ്ഞാലും, മുത്തൂറ്റ് ആയിക്കഴിഞ്ഞാലും, ചിക്കിങ് ആയിക്കഴിഞ്ഞാലും, ആലുക്കാസ് ആയിക്കഴിഞ്ഞാലും, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിക്കഴിഞ്ഞാലും, ശോഭ ആയിക്കഴിഞ്ഞാലും, ശോഭ ആക്ച്വലി പാലക്കാട് തൃശ്ശൂരിൽ നിന്ന്. അപ്പോ പിന്നെ ഇത് തൃശ്ശൂരിന് എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ബിഗ് ഗൺസ് ഒക്കെ തൃശ്ശൂരാണ്. ഗ്ലോബലൈസ് ചെയ്യപ്പെട്ട കുറച്ച് ബ്രാൻഡുകൾ തൃശ്ശൂരുണ്ട്. അതല്ലാത്ത ബാക്കി ഒരുപാട് ഓൺടർപ്രണേഴ്സ് മലബാറിലാണ്. അതെന്റെ ഒരു റിയാലിറ്റി. മലബാറിലുള്ള ആളുകളുടെ ഒരു ഓൺടർപ്രണേറിയൽ ബ്ലഡ് ഭയങ്കര ബ്ലഡാണ് മലബാറിന്. ഒരു തെക്ക് സൈഡിൽ നിന്ന് ഒരു ഇതിനെ ക്രിട്ടിക്കലായിട്ട് ഡബിൾസ് അഡ്വക്കേറ്റ് ചെയ്താൽ, അതായത് സൗത്ത് ഭാഗത്തു നിന്നും ഒരുപാട് ബിസിനസ്സുകാരും ബിസിനസ് സാമ്രാജ്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരുപാട് മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉള്ള ഒരുപാട് ബിസിനസ്സുകൾ സൗത്തിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഓൺടർപ്രണേറിയൽ ഒരു ജീനും ബ്ലഡും വടക്കോട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം? അല്ല, വടക്കോട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ഈ വടക്കില്ല. ഞാൻ ഇപ്പോ പിന്നെ മലബാറുകാരനാണ്. ഓക്കെ, അപ്പോ ഈ മലബാറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും ആഗ്രഹങ്ങൾ ഉണ്ടാവും. അവരൊന്നിനും ലിമിറ്റ് ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരുപാട് ആളുകളാണ്. ഞാൻ ഇന്നലെ ഒരാളെ കണ്ടു, ദുബായിൽ വെച്ച് കണ്ട സമയത്തിന് ആള് പിന്നെ മലയാളിയായ ഒരാളാണ് എന്നോട് ചോദിക്കുന്നത്, കേരളത്തിൽ എവിടെയാന്ന് വെച്ചാൽ അത് മലയാളിയാണല്ലോ പരിചയപ്പെട്ടപ്പോ ചോദിച്ചാൽ മലയാളി നാട്ടിലെവിടെയെങ്കിലും മലബാറിൽ എവിടെയെന്നാണ് ഫസ്റ്റ് ചോദിച്ച്. കോഴിക്കോടാണ് കണ്ടപ്പോ ഞാൻ പരിചയപ്പെടുന്ന അധിക പേരും അങ്ങനെയൊക്കെ തന്നെയാണ്. ശാന്തി അല്ല, ഈ അങ്ങനത്തെ ആൾക്കാരെ കച്ചവടത്തിന് എന്തെന്നുള്ളൂ കൂടുതൽ വരുന്നുള്ളൂ. അതിനർത്ഥം തെക്കിലില്ല എന്നല്ല. പക്ഷെ ഈ വടക്കിലുള്ള ആളുകൾക്ക് എന്താണ്, അവർക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് എവിടെയെങ്കിലൊക്കെ എത്തണം, എന്തെങ്കിലുമൊക്കെ ആവണം, ഇങ്ങനെ ആയപ്പോരാ, ഇതിനേക്കാൾ ഉഷാറാവണം. പോസിറ്റീവായിട്ടും പറയാം, ഒരു ആസ്പെക്റ്റിൽ മറ്റൊന്നെ പോലെ ആവണം എന്ന് നെഗറ്റീവായിട്ടും പറയാം. ബട്ട് എനി ഹൗ ഗ്രൗണ്ട് റിയാലിറ്റി അതാണ്. ഒരു ട്രെയിനിങ് ആസ്പെക്റ്റിൽ ഞാനും ഇത് ചിന്തിച്ചത്. കാരണം ഞാനൊക്കെ സൗത്ത് സൈഡിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരു തലമുറയിലായതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയാം. ഇപ്പൊ എന്നെയൊക്കെ ഫീഡ് ചെയ്ത ഒരു അല്ലെങ്കിൽ എന്നെയൊക്കെ ഡ്രൈവ് ചെയ്ത ഒരു പാരന്റൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, മോനെ നല്ലതായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിച്ചിട്ട് ഏതെങ്കിലും ഒരു നല്ല സർക്കാർ ജോലി. നമ്മളെ ട്രെയിൻ ചെയ്തതും പഠിപ്പിച്ചതും ഒക്കെ സൗത്തിൽ പഠിപ്പിച്ചത് മൊത്തം പഠിച്ച് നല്ലൊരു ജോലി, സർക്കാർ ജോലിയാണെങ്കിൽ ഗംഭീരായി. അപ്പൊ ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാം, ഇല്ലെങ്കിൽ വല്ല ഗൾഫിലും പോയി കിടക്കേണ്ടി വരും. ഇതാണ് നമുക്കുള്ള അഡ്വൈസ്. അപ്പൊ ഗൾഫിൽ പോയി കിടക്കാതിരിക്കാൻ വേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്ത് സർക്കാർ ജോലി മേടിക്കാം. മലബാർ മേഖലയിലുള്ള ചെറുപ്പക്കാരെ പഠിപ്പിച്ച ഒരു വിശ്വാസം ഞാൻ മനസ്സിലാക്കുന്നത്, കുട്ടിക്കാലം മുതൽ പഠിച്ച് പഠിക്കണമെന്നൊക്കെ പറയണ്ടാവും. നീ പഠിച്ചില്ലെങ്കിലും പടം കൂടെ കച്ചവടത്തിനിറങ്ങണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഗൾഫിൽ പോകണം. ഈ 90s കിഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നമ്മളൊക്കെ 90s കിഡാണ്. നിങ്ങൾ എത്ര നിങ്ങൾക്കറിയില്ല. നമ്മള് 90s കിഡിന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ, മലബാർ സൈഡിൽ നോക്കുകയാണെങ്കിൽ, പഠിച്ചിട്ട് എന്താ പരിപാടി? പഠിച്ചു കഴിഞ്ഞാൽ ഗൾഫിൽ പോകണം. ഗൾഫിൽ പോകാൻ വേണ്ടിട്ട് പഠിക്കാൻ.
ഗൾഫിൽ പോയി പോയിട്ടുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഗൾഫിൽ പോവുക, എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. തെക്കുന്ന് എല്ലാവരും ഗവൺമെന്റ് ജോബിനും മറ്റ് നല്ല ഹയർ എഡ്യൂക്കേഷൻ കൊണ്ട് ഹയർ ജോബുകളിൽ എത്തുക എന്നുള്ളത് നോക്കുമ്പോൾ ആ എഡ്യൂക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ മലബാർ മേഖലയിൽ നമ്മളൊക്കെ ആലോചിക്കുന്നത്. അത് ശരിക്കും ഒരു സിനിമയിൽ ബേസിൽ പറയുന്നുണ്ട്. ബേസിൽ പറയടാ, എന്തെങ്കിലും ഗതി ഉണ്ടെങ്കിൽ ഞാനൊക്കെ ഗൾഫിൽ പോകടാ. കാര്യം തെക്കത്തുള്ളവരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചിന്തയാണ്. അതായത് ഒരു ഗതിയില്ലെങ്കിൽ ഗൾഫാ, പക്ഷെ നിങ്ങൾക്ക് എല്ലാ ഗതി ഉണ്ടാക്കാനാ ഗൾഫ്. മലബാറുകളുടെ ഒരു സെക്കൻഡ് ഹോം ആണ് ശരിക്കും ഗൾഫ് എന്ന് പറയുന്നത്. തെക്കിന് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മലബാർ ഒരു സെക്കൻഡ് ഹോം. അല്ല, അതുകൊണ്ടാണ് ഇപ്പൊ ബേസിൽ തന്നെ ആ സിനിമയിൽ പറഞ്ഞത്. ബേസിൽ അതൊരു സൗത്തുകാരന്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞ എന്തെങ്കിലും ഗതി ഉണ്ടെങ്കിൽ ഒരുത്തൻ ഗൾഫിൽ പോകണം. പക്ഷെ മലബാറുകാരൻ ഇവിടെ വരുന്നത് കച്ചവടം ചെയ്യാനാ. അല്ലെ, എനിക്കറിയുന്നേ MBBS കഴിഞ്ഞ ആളുകൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇത് മെഡിക്കൽ അല്ല കേട്ടോ, അല്ലാതെ ബിസിനസ് ചെയ്യുന്ന ആളുണ്ട്. ഇപ്പൊ എന്റെ ഒരു അടുത്ത സുഹൃത്ത്, അവൻ PG MBBS കഴിഞ്ഞ് PG കഴിഞ്ഞു. അപ്പൊ PG കഴിഞ്ഞ അവനെ വിളിച്ച്, ഇനിയിപ്പോ പണിക്ക് പോകണം, എനിക്ക് തോന്നുന്നില്ല, എന്നെ കൊണ്ട് പറ്റും, നമുക്കൊരു ക്ലിനിക്ക് ഇടാം. ഡ്യൂട്ടി ഇങ്ങനെ ഇരുന്ന് ഡ്യൂട്ടി എന്നെ കൊണ്ട് പറ്റും, എനിക്ക് തോന്നുന്നുണ്ട്, നമുക്ക് ക്ലിനിക്ക് ഇടാം. വൈഫും ഡോക്ടർ, നമുക്കൊരു കാര്യം ചെയ്യാം, അതിന് അവൾക്ക് വേറൊരു കോൺസെപ്റ്റ്, നമുക്കൊരു പാക്കേജ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് കച്ചവടം നടക്കുള്ളൂ. അത് നടക്കില്ല. അവൻ PG കഴിഞ്ഞാണ്. വേറെ ആളെ ക്ലൈന്റ് എനിക്കുണ്ടായിരുന്നു, മലപ്പുറത്താണ്. അപ്പൊ ഫസ്റ്റ് പറഞ്ഞ പുള്ളി കണ്ണൂരാണ്. അപ്പൊ അവന് പിന്നെ ആഴ്ചക്ക് ഒരു ദിവസം 1 മണിക്കൂർ അവരുടെ തന്നെ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്ത് എന്തിനാണ്, മറന്നു പോകാതിരിക്കാൻ. എനിക്ക് എന്തിനാ, ഡോക്ടർ ആവാൻ വേണ്ടിയല്ല, മറന്നു പോകാതിരിക്കാൻ. ഇവിടെ പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഡോക്ടേഴ്സ് ആയിട്ടാണ്, എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ വലിയ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാർ, ഡോക്ടേഴ്സ് മറ്റേ PhD ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യും, കാരണം ബിസിനസ്സിനെ അവർ കാണുന്നത് അത്ര റെസ്പെക്റ്റോട് കൂടി. അവരുടെ കണക്കിൽ എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ കുറെ കാശ് ഏൺ ചെയ്യുന്ന മാത്രം, അതിലൂടെ കുറെ പേരിലേക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാം, ഒരുപാട് പേര് സഹായിക്കാം. ആ ഒരു പെർസ്പെക്റ്റീവ് കൂടി ശരിക്കും എന്തുണ്ട്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. മലബാർ മേഖല, തെക്കൻ മേഖലയിൽ ഉണ്ടോ എന്നുള്ളത് പറയാം. ഒരു പരിധി വരെ അത് സത്യമാണ്. കാരണം സൗത്തിന്റെ ഒരു ഡെമോഗ്രാഫിക്സ് എടുത്താൽ ഒരു മെജോറിറ്റി ആൾക്കാരും സർക്കാർ ജീവനക്കാരൊക്കെയാണ്. വളരെ ചുരുക്കം ഗൾഫ് പ്രവാസികളൊക്കെ ഉള്ളൂ. കച്ചവടക്കാരും പ്രവാസികളൊക്കെ വളരെ ചുരുക്കമാണ്. ഭൂരിഭാഗം ആൾക്കാരും ഈ നമ്മുടെ സർക്കാർ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ബഡ്ജറ്റഡ് ലൈഫാണ്. ബഡ്ജറ്റിനപ്പുറം ഒരു പാല് കാച്ചോ കല്യാണോ വന്ന റിസ്കിലാവും. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മിൽമയുടെ പാലിന്റെ വില ഒന്ന് കൂടിയാല് സഹിക്കാൻ പറ്റില്ല. കാര്യം കാൽക്കുലേഷൻ കംപ്ലീറ്റ്ലി തെറ്റും. മിൽമയുടെ വില കൂടിയാൽ കാൽക്കുലേഷൻ തെറ്റുന്ന ഏരിയയാണ് സൗത്ത്. പക്ഷെ മലബാറുകാർക്ക് അതൊന്നും വലിയൊരു വിഷയമല്ല. അല്ല, മലബാറിന്റെ ആറ്റിറ്റ്യൂഡ് എന്താ, മിൽമയുടെ പാല് വില കൂടി, ഇപ്പൊ 5 രൂപ കൂടി, 5 ഉണ്ടാക്കാനുള്ള പണി എന്താ, ഇതേ ആലോചിക്കുള്ളൂ. ശരി, ഇനിയിപ്പോ അതിന് നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മളെന്ത് ചെയ്യണം, അതുണ്ടാക്കാനുള്ള പണി മാർഗം നോക്കണം. വേറൊരു കാര്യം കൂടി എനിക്ക് ക്ലാരിറ്റി, റിയാസ് ഖാനിൽ ക്ലാരിറ്റി എടുത്തത്, തെക്കുന്നാണോ വടക്കുന്നാണെന്ന് ചോദിച്ചല്ലോ. കൂടുതൽ ഇപ്പോ ബിസിനസ് ലോസ് ആയി പൊളിഞ്ഞു, പുതിയൊരു ബിസിനസിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത് ഏറ്റവും കൂടുതൽ തെക്കാണോ വടക്കാണോ? അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടപ്പുകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ വീണ്ടും ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് ശരിക്കും ആരായിരിക്കും? എനിക്ക് തോന്നുന്നു IT മേഖലയിലൊക്കെ സംബന്ധിച്ച് സൗത്തിൽ ഒരുപാട് വേവ് ഉണ്ട്. എസ്പെഷ്യലി IT മേഖല, ഇൻഫോ പാർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് സ്റ്റാർട്ടപ്സ് ഉണ്ട്. നമ്മൾ കേൾക്കുന്ന തന്നെ ഒരുപാട് ഓഡിയൻസ് ഈ സ്റ്റാർട്ടപ്പ് മേഖലയിൽ വർക്ക് ചെയ്യും, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്കൊന്നും മലബാറിനേക്കാൾ കൂടുതൽ സ്റ്റാർട്ടപ്പ് ടെക് റിലേറ്റഡ് ബിസിനസ്സിൽ മലബാർ ട്രഡീഷണൽ മലബാർ ട്രഡീഷണൽ ബിസിനസ്സാണ്. പക്ഷെ സൗത്തിൽ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് ടെക്കില് എക്കോസിസ്റ്റം മലബാറിൽ കൃത്യമായിട്ടില്ല. ഉള്ളൂ. അതെ. അപ്പൊ ടെക് മേഖലയിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈവൻ നമ്മൾ തന്നെ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫെയിലായി. പിന്നെയും ആ സ്റ്റാർട്ടപ്പ് ടെക് ബിസിനസ്സുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വളരെ എക്സൈറ്റഡ് ആയിട്ട് കുട്ടികൾ കണക്റ്റീവായിട്ട് ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യുകയും നെക്സ്റ്റ് ലെവലിൽ പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ടെക് റിലേറ്റഡ് ബിസിനസ്സിൽ. അല്ലാത്ത ട്രഡീഷണൽ ബിസിനസ്സിൽ എനിക്ക് തോന്നുന്നു സൗത്തിൽ നിന്ന് ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഫെയിലായി കഴിഞ്ഞാൽ ഉടനെ അടുത്ത ബിസിനസ്സിൽ പോകുമോ ചോദിച്ചാൽ ഞാനാണ് അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ. ഐഡിയൽ എക്സാമ്പിൾ ഞാനാണ്. ഞാൻ പറയും, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച മിനറൽ വാട്ടർ കണ്ടാലും പേടിക്കും. മിനറൽ വാട്ടർ ഇരിക്കുകയാണെങ്കിലും നമ്മൾ വിചാരിക്കും അത് അതിനകത്ത് മറ്റേ ആവി പറന്നിട്ടായിരിക്കും മറ്റേ ബബിൾസ് ഒക്കെ പുറത്തുണ്ടാവുന്നത്. സംഭവം തണുത്ത വെള്ളം. പക്ഷെ നമുക്ക്
നമ്മളുടെ ഒരു ആൻസൈറ്റി, നമ്മളെ ഈ പറഞ്ഞ പോലെ സൗത്ത് സൈഡിൽ നിന്നുള്ളൊരു ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ വളരെ വളരെ ക്ലിയർ കട്ട്, അതായത് വളരെ ക്ലിയർ കട്ട് ബഡ്ജറ്റഡ്, അഗെയിൻ വളരെ A to B ലൈഫാണ്. നമുക്ക് അതിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ പാർട്ട്ണർഷിപ്പ് മൈൻഡ് സെറ്റ് ഞാൻ ഇല്ല എന്നല്ല പറയുന്നത്. എനിക്ക് തോന്നുന്നു കമ്പയർ വിത്ത് ഒരു മലബാർ മേഖലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാർട്ട്ണർഷിപ്പ് മൈൻഡ് സെറ്റ് ഒക്കെ കുറച്ച് കുറവാണ്. നമ്മൾ വളരെ ഇൻഡിവിജ്വലി ബിൽഡ് ചെയ്ത ജോലിയും കച്ചവടമൊക്കെയാണ്. ഒറ്റയാൾ പോരാട്ടമാണ് എന്ന് വെച്ചാൽ വി ആർ നോട്ട് ദാറ്റ് സെൽഫിഷ്. നമ്മൾ അങ്ങനെ സെൽഫിഷ് ആയ ആൾക്കാരൊന്നല്ല. ഒരു പരിധി വരെയൊക്കെ സ്വന്തമായിട്ടൊക്കെയാണ് ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാറ്. നിങ്ങളുടെ ഭാഗത്ത് ഞാൻ അതല്ല കാണാറുള്ളത്. അതെ അതെ, അതില് പിന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ പിന്നെ ആളുകൾ നോക്കിക്കാണുന്നത് രണ്ട് പെർസ്പെക്റ്റീവിലാണ്. ഒന്ന്, ഇൻവെസ്റ്റ്മെന്റിൽ ആളെ കിട്ടുമല്ലോ. രണ്ടാമത്തത് റിസ്ക്കും ഷെയർ ചെയ്യും. അയാൾക്ക് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാണ്ടാവും, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. ശരി, രണ്ടല്ല മൂന്ന് പേര്. മൂന്നാമത്തത്, മലബാർ ഏരിയയിലെ ആളുകൾക്ക് പിന്നെ ഇൻട്രസ്റ്റ് ബേസ്ഡ് ഫൈനാൻസിലേക്ക് താല്പര്യക്കുറവുണ്ട്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഒന്ന് അവരുടെ ഒരു വാല്യൂ സിസ്റ്റം, വിശ്വാസവുമായി ബന്ധപ്പെട്ട്. രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആസ് എ കോസ്റ്റ്. കോസ്റ്റ് ഉണ്ട്. ഇതാവുമ്പോ എന്തില്ല, കോസ്റ്റ് ഇല്ല, ലാഭവും നഷ്ടവും റിസ്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. പിന്നെ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമാണ്. ഇപ്പോ ആസ് എ കൺസൾട്ടന്റ് ഞാൻ പറയുമ്പോൾ അതിലൊരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പേര് ഒരു എഗ്രിമെന്റും ഇല്ല, ഒരു കണ്ണുടച്ച് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇത് പിന്നീട് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പ്രശ്നമാകാറുമുണ്ട്. പക്ഷെ ഈ ട്രസ്റ്റ് ഒരു പരിധി വരെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. സത്യം. അപ്പൊ കാരണം ഒരു ബിസിനസ് തുടങ്ങുന്ന അതിന്റെ ഏർലി സ്റ്റേജില് അവിടുത്തെ സിസ്റ്റമോ അവിടുത്തെ പ്രോസസ്സോ ഓർഗനൈസേഷൻ ചാർട്ടോ ഒന്നും അല്ല ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ആ പെർട്ടിക്കുലർ ബിസിനസ്സിന് ആദ്യം ഐഡിയ കൊണ്ടുവന്ന ആളുണ്ടാവും. ആ ആളിൽ വിശ്വസിച്ച ആദ്യത്തെ ആള് അയാളായിരിക്കും അയാളെ ഫസ്റ്റ് പാർട്ണർ. ആ ഐഡിയയിൽ വിശ്വസിക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, പിന്നെയുള്ളതൊക്കെ നടക്കുന്നുള്ളൂ. അപ്പോ അയാള് പറയുന്നു, ആ ഐഡിയയിൽ വിശ്വസിച്ച ആള്, കൂടെ നിന്ന ആള്, അയാളുടെ ആ വിശ്വാസമായിരിക്കും പിന്നെ ആ ജേണിയെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവും. പിന്നെ അയാളുടെ സിസ്റ്റം ആയിക്കഴിഞ്ഞാലും ഓർഗനൈസേഷൻ ചാർട്ടും പവറും ജേഡിയും ജോബ് റോളും ഒക്കെ പിന്നെ വരുന്നുള്ളൂ. ഞാനത് പറഞ്ഞു വരുമ്പോൾ സന്ദർഭമായിട്ട് പറയാട്ടോ. കാരണം അതിനകത്ത് ഒരു പോയിന്റ് വരെ ഇത് വിശ്വാസമായിട്ടൊക്കെ കണക്റ്റഡാണ്. അപ്പൊ ഈ എന്ത് വിശ്വാസം, ആൾക്കാരെ വിശ്വസിക്കാനുള്ള ഒരു കാരണം മുന്നിലില്ലാത്ത ഏതോ ഒരു വലിയ ശക്തിയെ ദിനം പ്രതി എന്നും വിശ്വസിക്കാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം മലബാർ മേഖലയിലുണ്ട്. പറയുമ്പോൾ മദ്രസ എന്ന് തന്നെ പറയണം. മദ്രസ സിസ്റ്റങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് മലബാർ മേഖലയിലാണ്. ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഞങ്ങൾക്കൊക്കെ ഓപ്ഷനിലായിരുന്നു കേട്ടോ, പോവാം, പോണ്ടെങ്കിൽ പോണ്ട എന്നുള്ളൊരു ഓപ്ഷനിലുണ്ട്. പക്ഷെ അവിടെ ഒരു വളരെ പല സംഘടന ഉണ്ടെങ്കിലും എല്ലാ സംഘടനയ്ക്കും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കുന്ന മദ്രസ സിസ്റ്റങ്ങൾ. ഇത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കേൾക്കുന്ന എല്ലാ മനുഷ്യരും അറിയേണ്ടതാണ്. ഈ മദ്രസ സിസ്റ്റത്തിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു ഡെലിവറബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു അൺകണ്ടീഷണൽ കോൺഫിഡൻസ് കിട്ടും, റിസ്ക് ടേക്ക് ചെയ്യാൻ. ഇത് ഇപ്പോ നമ്മുടെ അങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ ഒരു കാണാത്തതിനെ അൺകണ്ടീഷണൽ ആയിട്ട് വിശ്വസിക്കാൻ പഠിപ്പിക്കാത്തത് കൊണ്ട് കാണുന്നതിനെ പോലും നമുക്ക് പലപ്പോഴും വിശ്വസിക്കാൻ ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും. ഞാൻ പറയും, ഞാൻ എന്നെ ഇപ്പൊ മിക്കവാറും എടുത്ത് ഉടുക്കും, ഇവൻ തെക്കെന്ന് പറഞ്ഞിട്ട് ഇവൻ നായിയെ അല്ല. ഒരു പരിധി വരെയൊക്കെ ഞങ്ങൾ പറയാം, ഈ ഒരു പ്ലേറ്റിനകത്ത് ഞണ്ടിനെ പറക്കിയിട്ടാലേ ഒരു ഞണ്ടും പുറത്തു പോകില്ല എന്ന് പറയും. എന്തുകൊണ്ടാണ്? ഒരു പ്ലേറ്റിനകത്ത് കുറെ ഞണ്ടുകളെ പറക്കിയിടുക. കണക്റ്റഡ് ആയതുകൊണ്ടാണ്. അങ്ങനെ പോസിറ്റീവായിട്ടും ചിന്തിക്കാം. അല്ല, പിന്നെ ഒരുത്തൻ ചാടുമ്പോൾ മറ്റു ഒരുത്തന് പുറത്തു പോകില്ല. ഇത് തെക്കേരുടെ സ്വഭാവത്തല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു പാർട്ണറിങ്, ഓണർഷിപ്പ്, പാർട്ണർ ചെയ്യുക, വാല്യൂസ് ഷെയർ ചെയ്യുക, അങ്ങനെ ഒരു ഗിവിങ് മൈൻഡ് സെറ്റില് എവിടെയൊക്കെയോ നമ്മൾ ഇനിയും ഒരുപാട് ഗ്രൗണ്ട് ലെവലിൽ പഠിക്കാനുണ്ട്, ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്.